യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 വർഷത്തെ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. UPSC റിക്രൂട്ട്മെൻറ്റ് ജോബ് ഡീറ്റെയിൽസ്. ബോർഡ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ജോലിതരം സെൻട്രൽ ഗവൺമെൻറ് ജോബ്. ആകെ ഒഴിവുകൾ 48. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2024 ഏപ്രിൽ 6. വേക്കൻസി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് പരീക്ഷയ്ക്ക് 48 ഒഴിവുകളാണ് ഉള്ളത്. കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് 18, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആൻഡ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് 30. ഏജ് ലിമിറ്റ്: കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് 30 വയസ്സ് വരെ, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ: 1. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ക്വാളിഫിക്കേഷൻ. ഇന്ത്യയിലെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ നിയമം അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരം സ്ഥാപിതമായ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംയോജിപ്പിച്ച ഒരു സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം. 2. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ക്വാളിഫിക്കേഷൻ. ഒരു സർവകലാശാലയിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ബാച്ചിലേഴ്സ് ബിരുദം. സാലറി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾക്ക് UPSC നിശ്ചയിക്കുന്ന ശമ്പളം ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഡീറ്റെയിൽസ്. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാം. ഹൗ ടു അപ്ലൈ UPSC റിക്രൂട്ട്മെൻറ്റ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ചു നോക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2024 ഏപ്രിൽ 30 മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷിക്കാൻ ആരംഭിക്കുക. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഫീസ് അടയ്ക്കുക. അപേക്ഷാ ഫോമിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായി സത്യസന്ധമായി പൂരിപ്പിക്കുക. ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. NITയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി. അപേക്ഷാ ഫീസ് ഇല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുച്ചിറപ്പള്ളി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. വേക്കൻസി ഡീറ്റെയിൽസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുച്ചിറപ്പള്ളി പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക വിജ്ഞാപനം അനുസരിച്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയിലും വരുന്ന ഒഴിവുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി 5, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ടെക്നിക്കൽ 5. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ക്വാളിഫിക്കേഷൻ: ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി, ഡിഗ്രി ടൈപ്പിങ്ങിലും കമ്പ്യൂട്ടറിലും പരിജ്ഞാനം, ആപ്ലിക്കേഷനുകൾ അതായത് MS ഓഫീസ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ: കമ്പ്യൂട്ടർ സയൻസിൽ BE ആൻഡ് BTech ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കുറഞ്ഞത് 65% മാർക്കോടെ അംഗീകൃത സർവകലാശാലയിൽ നിന്നും 6.5 CGPA പ്രോഗ്രാമിലും ഫുൾ സ്റ്റാക്കിലുമുള്ള അറിവ് വികസനം. അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക. അപേക്ഷകൾ 2024 ഏപ്രിൽ 25 വരെ സ്വീകരിക്കും. അതിനാൽ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്.
ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ കൊമേഴ്സ്യൽ അപ്രന്റീസുമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഇൻ്റർവ്യൂ നടത്തുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കോഴിക്കോട് ജില്ലാ കാര്യാലയത്തിലേക്കാണ് കൊമേഴ്സ്യൽ അപ്രന്റീസ് ഒഴിവുകൾ ഉള്ളത്. പ്രായപരിധി 26 വയസ്സ് വരെയാണ് കൊമേഴ്സ്യൽ അപ്രന്റീസ് പോസ്റ്റിലേക്കുള്ള പ്രായപരിധി. അടിസ്ഥാന യോഗ്യത അംഗീകൃത സർവകലാശാലാ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം. ശമ്പളം കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൊമേഴ്സ്യൽ അപ്രന്റീസ് പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാസം 9,000 രൂപ സ്റ്റൈഫൻ ലഭിക്കും. ഇൻ്റർവ്യൂ തീയതി ആൻഡ് സ്ഥലം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ഈ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ബയോഡേറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. 2024 ഏപ്രിൽ 18 രാവിലെ 10 മണി മുതലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൊല്ലം ജില്ലാ ഓഫീസിലായിരിക്കും ഇൻ്റർവ്യൂ. പൊതുനിർദ്ദേശങ്ങൾ. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് 1 വർഷ കാലയളവിലേക്കാണ് കൊമേഴ്സ്യൽ അപ്രന്റീസ് തസ്തികയിൽ നിയമനം നടത്തുക. പൂർണ്ണമായും ഒരു ട്രെയിനിങ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ബോർഡിൽ കൊമേഴ്സ്യൽ അപ്രന്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള PSSC വിവിധ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡ് അതോറിറ്റികൾ, സൊസൈറ്റികളിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 7ാം ക്ലാസ് തത്തുല്യം. 2 ഡ്രൈവേഴ്സ് ബാഡ്ജുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ 3 വർഷത്തെ നിലവിലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായം 18 തൊട്ട് 36 വയസ്സ് വരെ. SC, ST, OBC തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ 043/2024 എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് മെയ് 2 മുൻപായി ഓൺലൈനായി PSSC പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക. വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ ഷോറൂമിൽ 50-ൽ പരം തൊഴിലവസരങ്ങൾ. ഓക്സിജൻ്റെ ചങ്ങനാശ്ശേരിയിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂമിലേക്ക് 50-ൽ പരം തൊഴിലവസരങ്ങൾ. ഒഴിവുകൾ: ബ്രാഞ്ച് ബിസിനസ് മാനേജർ, ഡെപ്യൂട്ടി ബിസിനസ് മാനേജർ, അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ, പ്രോഡക്റ്റ് എക്സ്പോർട്ട്, GRO, അക്കൗണ്ടൻറ്റ്. ഡേറ്റ് 17 ഏപ്രിൽ 2024. ടൈം 10 AM to 5 PM. സ്ഥലം സ്ക്രീനിൽ കൊടുക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് ബയോഡാറ്റ സെൻഡ് ചെയ്യുക. ഇന്ത്യൻ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ്. ഉയർന്ന ശമ്പളം, അഭിമുഖം മാത്രം. ഇന്ത്യൻ ബാങ്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു ഒഴിവുകളിലേക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25/4/2024 തസ്തികയുടെ പേര് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ. ഒഴിവുകൾ: 1. പ്രായപരിധി. അപേക്ഷിക്കുന്ന അപേക്ഷകർക്ക് 65 വയസ്സിന് താഴെയുള്ള പ്രായപരിധി ഉള്ളവരായിരിക്കണം. യോഗ്യത: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, RBI, നബാർഡ്, SIDBI, വാണിജ്യ ബാങ്കുകൾ എന്നിവയുടെ റീട്രൈഡ് എംപ്ലോയിയാണ് തസ്തികയിലേക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യത. ശമ്പളം
തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 15,000 രൂപ പ്രതിമാസ ശമ്പളം നിശ്ചയിക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ വ്യക്തിഗത ഇൻ്റർവ്യൂവിന് വിളിക്കൂ. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25/4/2024. പ്രധാനപ്പെട്ട ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.